ബെൽജിയത്തിലെ ചരിത്രപ്രസിദ്ധമായ ബ്രൂഷ് നഗരം. വിശാലമായ മാർക്കറ്റ് സ്ക്വയർ. ജനം നിറഞ്ഞൊഴുകുന്നു. ടൂറിസ്റ്റുകളുടെ വലിയ പ്രവാഹമുള്ള നഗരമാണ് ബ്രൂഷ്. ബ്രൂഷിലേക്ക് ടൂറിസ്റ്റുകളായി എല്ലാ തരക്കാരും എത്തുന്നുണ്ട്. ടൂർ ഗൈഡുകൾ വലിയ സംഘങ്ങളെയും നയിച്ചുകൊണ്ട് പോകുന്നത് എല്ലാ തെരുവിലും കാണാം. ഈ കാഴ്ചകൾ കണ്ട് അധിക നേരം നിൽക്കാനാവില്ല. നേരം 12 മണിയായി. ഞാൻ ഹോട്ടലിലേക്ക് തിരികെ നടന്നു. അവിടെ എന്റെ സുഹൃത്തുക്കൾ കാത്തിരിപ്പുണ്ട്. ഞാൻ കൂടി ചെന്നിട്ട് വേണം ചെക്കൗട്ട് ചെയ്യാൻ. ഹോട്ടലിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്തപ്പോഴേക്കും കാറുമായി ജോണി എത്തി. അതിൽ കയറി ബ്രൂഷിന്റെ തെരുവുകളിലൂടെ യാത്ര തുടരുകയാണ്. ഡീവർ കനാലാണ് ഇത്. ആ കനാലിലൂടെയാണ് ഞാൻ കുറച്ചു മുൻപ് ഒരു ബോട്ടിൽ സഞ്ചരിച്ചത്. എവിടെയും കാണുന്നത് ചരിത്ര നിർമ്മിതികളാണ്. 500-600 വർഷത്തിന്റെ ചരിത്രമുള്ള കെട്ടിടങ്ങൾ. രാജഭരണങ്ങളും അധിനിവേശങ്ങളും 1-2 ലോകമഹായുദ്ധങ്ങളും പ്രഭുക്കന്മാരുടെ കാലവും തുടങ്ങി അനേകം ചരിത്രസന്ധികൾ കണ്ട നഗരം. ബെൽജിയത്തിന്റെ കുതിപ്പിന്റെയും കിതപ്പിന്റെയും സമരങ്ങളുടെയും വിപ്ലവങ്ങളുടെയും വലിയ കഥകൾ തന്നെ ഈ നഗരത്തിന് പറയാനുണ്ട്. സിറ്റി ഗേറ്റുകളിൽ ഒന്നാണ് മുന്നിൽ കാണുന്നത്. നഗരത്തിന്റെ ഒരു കവാടം. അത് കിടന്ന് ഗെന്റ് ബ്രൂഷ് കനാലിനെ ക്രോസ് ചെയ്തു പ്രധാന ഹൈവേയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ആന്ത്വേർപ്പ് എന്നൊരു പട്ടണത്തിലേക്കാണ്. ബെൽജിയംകാർ ആന്തേർപ്പൻ എന്ന് വിളിക്കുന്ന നഗരം. ബെൽജിയത്തിലെ വലിയൊരു വ്യവസായ നഗരമാണെങ്കിലും മറ്റൊരു ചരിത്ര നഗരവുമാണത്. അവിടെ ചെന്നിട്ട് വേണം എനിക്ക് ട്രെയിൻ പിടിച്ച് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് പോകാൻ. മനോഹരമായ നഗരമാണ് ആന്ത്വേർപ്പ്. അവിടേക്കുള്ള യാത്രക്കിടയിൽ കുറെ ഗ്രാമക്കാഴ്ചകളും ഉണ്ടാവും. സിയേസൈലെ എന്ന ഗ്രാമമാണിത്. ബ്രൂഷിനോട് അടുത്തു കിടക്കുന്നതിനാൽ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഗ്രാമം. ചെറു ഹോട്ടലുകളും ഹോം സ്റ്റേകളുമെല്ലാം ഉണ്ട് ഇവിടെ. സിയേസൈലയിലെ സെന്റ് മാർട്ടിൻസ് ചർച്ചിന്റെ ഗോപുരമാണ് മുന്നിൽ ഉയർന്നു കാണുന്നത്. 1-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യത്തിന്റെ വലിയ അതിക്രമങ്ങൾക്കിരയായ ഗ്രാമമാണിത്. അവരോട് എതിരിട്ട ഒട്ടേറെ ബെൽജിയൻ പടയാളികൾക്കും ഗ്രാമീണർക്കും അന്ന് ജീവൻ നഷ്ടമായിരുന്നു. അതിന്റെ ഒരു സ്മാരകം ഈ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തുണ്ട്. ഡാമെ എന്ന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട ഗ്രാമമാണ് സിയേസൈലെ. ഗവൺമെന്റ് രേഖകളിലും ഇത് ഗ്രാമമായാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രദേശവാസികൾ ഇതിനെ സിയേസൈലെ സിറ്റി എന്ന് വിളിക്കുന്നു. ഒരു ചെറിയ പട്ടണത്തിന്റെ രൂപഭാവങ്ങളെല്ലാം ഉണ്ട് താനും. ബ്രൂഷ് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചതോടെയാണ് സിയേസൈലയും ഇന്ന് കാണുന്ന വിധം വളർന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടുത്തെ കെട്ടിടങ്ങൾ പലതും ഇപ്പോൾ ഹോട്ടലുകളായി മാറിക്കഴിഞ്ഞു. മെയിൻ ഹൈവേ അല്ലെങ്കിലും ആന്ത്വേർപ്പിലേക്ക് എത്താനായി ഏറ്റവും വേഗത്തിൽ പോകാവുന്ന പാത തന്നെയാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. വലിയ വാഹനത്തിരക്കില്ല. 1.5 മണിക്കൂർ കൊണ്ട് ആന്ത്വേർപ്പിലെത്തുമെന്നാണ് കാറിലെ നാവിഗേഷനിൽ കാണുന്നത്. നിരവധി ഗ്രാമങ്ങൾ കടന്നാണ് യാത്ര. ഇടയ്ക്ക് ധാരാളം മരങ്ങളുള്ള ഇത്തരം പ്രദേശങ്ങളിലേക്കെത്തുന്നു. വനസമാനമായ പ്രദേശം. നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളാണ്. അത് കഴിയുമ്പോൾ ചോളപ്പാടങ്ങളുടെ കാഴ്ചയായി. മാൽദേഗം എന്ന പട്ടണത്തിലേക്ക് എത്തി. 1/4 ലക്ഷത്തോളം ജനം വസിക്കുന്ന പട്ടണമാണ് മാൽദേഗം. അതിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞങ്ങൾ കയറുന്നില്ല. ഒരു പ്രാന്തഭാഗത്തുകൂടി കടന്നുപോകുന്നു. ഈ പ്രദേശവും അതിനു ചുറ്റുമുള്ള 5 ഗ്രാമങ്ങളും ചേരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് മാൽദേഗം. സമ്പന്ന രാജ്യമാണ് ബെൽജിയം. ഏതു നഗരത്തിലൂടെയും ഗ്രാമത്തിലൂടെയും സഞ്ചരിക്കുമ്പോഴും ആ സമ്പന്നത പ്രകടമാണ് താനും. 1000 വർഷം മുൻപ് മുതൽ വാണിജ്യമായിരുന്നു ബെൽജിയത്തിന്റെ വരുമാന സ്രോതസ്. 19-ാം നൂറ്റാണ്ട് മുതലാകട്ടെ വ്യവസായങ്ങളാണ് ഇന്നാട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരുന്നത്. അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് അത് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്താണ്
ബെൽജിയം വലിയ വരുമാനം നേടുന്നത്. ബെൽജിയത്തിലെ ചെറുപട്ടണങ്ങളിൽ പോലും ഇപ്പോൾ വിവിധ വ്യവസായങ്ങളുണ്ട്. ഹൈവേയിൽ നിന്നും GPS നിർദ്ദേശിച്ചതനുസരിച്ച് ചില ഗ്രാമവഴികളിലേക്ക് തിരിയുന്നു. ഇതിലും ചെറിയ ഗ്രാമവഴികളിലൂടെ ഇനി ഇന്നാട്ടിൽ പോകാനില്ല. വഴി തെറ്റിയോ എന്ന് പോലും സംശയമായി. പക്ഷേ GPS കാണിക്കുന്നത് ഇതുവഴി പോകാനാണ്. സിറ്റിയിൽ കയറാതെ വണ്ടി വിടുന്നത് കൊണ്ടാവാം ഇങ്ങനെയുള്ള വഴികൾ കാണിക്കുന്നത്. ബെൽജിയത്തിലെ ഗ്രാമങ്ങളുടെ ഏറ്റവും ബേസിക് മോഡൽ ഇതാണ്. ഇതിലും നിലവാരം കുറഞ്ഞ ഗ്രാമങ്ങൾ ഇനി കാണിക്കാനില്ല. കോളനികൾ നിലനിർത്തിയിരുന്ന രാജ്യമാണ് ബെൽജിയം. ആഫ്രിക്കയിൽ 2 കോളനികളാണ് ഇവർക്കുണ്ടായിരുന്നത്. ആഫ്രിക്കയിലെ കോളനികളിൽ നിന്നുമെത്തിയ സമ്പത്ത് ബെൽജിയൻ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും എല്ലാം വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ലിയോപോൾഡ് രണ്ടാമൻ രാജാവിന്റെ കാലത്താണ് ബെൽജിയം ആഫ്രിക്കയിൽ കോളനികൾ സ്ഥാപിക്കുന്നത്. ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ, നെതർലാൻഡ്സ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കോളനികൾ ഉണ്ടായിരുന്ന കാലമാണ് അത്. തന്റെ രാജ്യത്തിനും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കോളനികൾ ആവശ്യമാണെന്ന് ലിയോപോൾഡ് രണ്ടാമൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്റ്റാൻലി എന്ന നാവികനെയും തന്റെ പടയാളികളെയും ഉപയോഗിച്ച് ആഫ്രിക്കയിലെ കോങ്കോ പിടിച്ചടക്കി. അന്നത്തെ ബെൽജിയത്തേക്കാൾ 100 മടങ്ങിലേറെ വലിപ്പമുണ്ടായിരുന്നു ഇവരുടെ കോളനിയായി മാറിയ കോങ്കോയ്ക്ക്. കോളനിയിലെ പ്രജകളോട് അതിക്രൂരമായി പെരുമാറിയ രാജാവായിരുന്നു ലിയോപോൾഡ് രണ്ടാമൻ. കോങ്കോയെ ബെൽജിയത്തിന്റെ കോളനി എന്നതിലുപരി സ്വന്തം എസ്റ്റേറ്റായാണ് അദ്ദേഹം കണ്ടത്. അവിടെ നിന്നുള്ള വരുമാനം കുടുംബസ്വത്താക്കി മാറ്റുകയായിരുന്നു രാജാവ്. ലോകവിപണിയിൽ റബ്ബർ എന്ന ഉൽപ്പന്നം സ്വാധീനം നേടുന്ന കാലമായിരുന്നു അത്. കോങ്കോയിലെ റബ്ബർ എസ്റ്റേറ്റുകളാണ് അന്ന് ബെൽജിയത്തിലേക്ക് വലിയ സമ്പത്ത് കൊണ്ടുവന്നത്. കോങ്കോക്കാരെ ഭീകരമായി പീഡിപ്പിച്ചാണ് ആ എസ്റ്റേറ്റുകളിൽ അടിമപ്പണി ചെയ്യിച്ചത്. പട്ടിണി മരണങ്ങൾ ആ രാജ്യത്ത് വ്യാപകമായി. ബെൽജിയത്തിന്റെ കോളനിയായിരുന്ന കാലത്ത് 1885 മുതലുള്ള 12 വർഷങ്ങൾക്കിടയിൽ കോങ്കോയിൽ 1 കോടിയിലധികം ആളുകൾ മരിച്ചെന്നാണ് കണക്ക്. കൂടുതലും പട്ടിണി മരണം തന്നെയായിരുന്നു. സെൽസൈറ്റ് എന്നൊരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുന്നോടിയായി ഇവിടെ വെച്ച് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയാണ്. ഒരു കനാലിനടിയിലൂടെയുള്ള തുരങ്കപാതയാണിത്. ഗെൻഡ് ടെർന്യൂസൻ എന്ന വലിയ കനാലാണ് ഈ തുരങ്കത്തിന് മുകളിൽ. ഗെൻഡ് പട്ടണത്തിൽ നിന്നും നെതർലാൻഡ്സിലെ ടെർന്യൂസൻ എന്ന പട്ടണത്തിലേക്ക് നീണ്ടുകിടക്കുന്ന കനാൽ 32 കിലോമീറ്റർ നീളമുണ്ട്. അതിന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് പണിത കനാലാണ്. അക്കാലത്ത് ബെൽജിയത്തിൽ നിന്നും നെതർലാൻഡ്സിലേക്കുള്ള ഗതാഗതത്തിന്റെ ഒരു മാർഗം ആ കനാലായിരുന്നു. കപ്പലുകൾക്ക് പോകാനുള്ളതാകയാൽ കനാലിന് കുറുകെ പാലം പണിതിട്ടില്ല. ഹൈവേ കനാലിനടിയിലൂടെ ആക്കിയിരിക്കുന്നു. കനാൽ കടന്ന് സെൽസൈറ്റ് പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തേക്കെത്തുന്നു. ഇടതുഭാഗത്താണ് പട്ടണം. പട്ടണത്തിനടുത്തുകൂടി വന്ന് കനാലിനടിയിലൂടെ കടന്ന് ഹൈവേയിൽ കയറി യാത്ര തുടർന്നു. ബെൽജിയത്തിലൂടെയുള്ള യാത്രയിൽ പലയിടത്തും കാണുന്നത് വലിയ കാറ്റാടിപ്പാടങ്ങളാണ്. 100 കണക്കിന് വിൻഡ് മില്ലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫ്രാൻസിലും നെതർലാൻഡ്സിലുമെല്ലാമുണ്ട് കാറ്റാടിപ്പാടങ്ങളുടെ കാഴ്ച. ബെൽജിയത്തിന്റെ ഇൻഡസ്ട്രിയൽ ബെൽറ്റുകളാണ് ഇവിടമെല്ലാം. കണ്ടെയ്നറുകളുമായി നീങ്ങുന്ന ധാരാളം ട്രക്കുകൾ കാണാം. കാർ ആന്തേർപ്പിന്റെ പ്രാന്തഭാഗത്തേക്കെത്തി. യൂറോപ്പിലെ വലിയ പട്ടണങ്ങളുടെ എല്ലാം പുറത്ത് ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടാകും. വളരെ വിസ്തൃതമായി ഒരു വനം പോലെ അത് രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ വനത്തിനകത്താവും പട്ടണം. ഇതാണ് യൂറോപ്പിന്റെ ശാസ്ത്രീയമായ നഗരാസൂത്രണത്തിന്റെ മുഖം. ഇന്ത്യയിൽ ന്യൂഡൽഹിയുടെ കുറച്ചു ഭാഗങ്ങൾക്ക് ഈ സ്വഭാവമുണ്ട്. ബെൽജിയത്തിൽ ഏറ്റവും അധികം ജനം വസിക്കുന്ന പട്ടണമാണ് ആന്തേർപ്പ്. രാജ്യത്തെ വാണിജ്യത്തിന്റെയും വ്യവസായത്തിന്റെയും പ്രധാന കേന്ദ്രം. 5.25 ലക്ഷം ജനം വസിക്കുന്ന നഗരമാണിത്. ഒരു തുറമുഖ നഗരം. ഷെൽറ്റ് നദിയുടെ തീരത്താണ് ആന്തേർപ്പ്.
കാർ മറ്റൊരു വലിയ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ഷെൽറ്റ് നദിയുടെ അടിയിലൂടെയുള്ള തുരങ്കമാണിത്. ഇതിലൂടെ നദി ക്രോസ് ചെയ്യണം. മറുകരയിലാണ് ആന്തേർപ്പ് പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. സാമാന്യം വലിയൊരു നദിയാണ് ഷെൽറ്റ്. ഫ്രാൻസിൽ ഉത്ഭവിച്ച് ബെൽജിയത്തിലൂടെ നെതർലാൻഡ്സിലേക്ക് ഒഴുകുന്ന നദി. ഇവിടെയൊക്കെ കനാലുകൾക്കും നദികൾക്കും മുകളിലൂടെ പാലം പണിയാത്തത് അതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സമാകും എന്നതുകൊണ്ടാണ്. അടിയിലെ വലിയ തുരങ്കങ്ങളിലൂടെയാണ് പാത നീണ്ടുപോകുന്നത്. ഹോങ്കോങ്ങിലും മറ്റു ചില ഏഷ്യൻ നഗരങ്ങളിലും കടലിനടിയിലൂടെ ഇത്തരം തുരങ്കപാതകളുണ്ട്. വലിയൊരു ടണലാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുണ്ട്. 1969 നിർമ്മിച്ച ടണൽ വഴിയാണ്. തുരങ്കം കടന്ന് കാർ ആന്തേർപ്പ് പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. ബെൽജിയത്തിലെ സുന്ദരമായ മറ്റൊരു നഗരം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മാർക്കറ്റ് സ്ക്വയറിന്റെ സമീപത്ത് തന്നെ കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കെട്ടി. അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇക്കാണുന്ന പാത നേരെ ചെന്നെത്തുക മാർക്കറ്റ് സ്ക്വയറിലേക്കാണ്. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന നഗരമാണ് ഇതും. ഷെൽറ്റ് നദിയുടെ തീരത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഗോഡിൻ മിനർവ എന്നൊരു ശില്പവുമുണ്ട് അവിടെ. ഉയർത്തി നിർമ്മിച്ച വീതിയുള്ള ഒരു പ്രൊമനേഡ്. അതിൽ കയറി നിന്നാൽ ഷെൽറ്റ് നദിയും അതിലെ കടവുകളുമെല്ലാം കാണാം. നേരെ മുന്നിൽ കാണുന്നതാണ് ഗോഡിൻ മിനർവ ശില്പം. ജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവതയായ മിനർവയുടെ ശില്പമാണ്. ഗ്രീക്ക് പുരാണത്തിലെ ആ ദേവതയുടെ ശില്പം ഇറ്റാലിയൻ ശില്പിയായ മാർസെല്ലോ മാസ്ചേരിനി നിർമ്മിച്ചതാണ്. ഞാൻ അതിന്റെ സമീപത്തേക്ക് നടന്നു. മുന്നിൽ ഷെൽറ്റ് നദി. ആ നദിയുടെ അടിയിലൂടെയാണ് അല്പം മുൻപ് ഞങ്ങൾ കടന്നു വന്നത്. 2000 വർഷം മുൻപ് റോമാക്കാരാണ് ഈ നദിയുടെ കരയിൽ ഇന്നത്തെ ആന്തേർപ്പ് നഗരം സ്ഥാപിച്ചത്. നേരമിപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. സമ്മറിൽ യൂറോപ്പിൽ നമ്മുടെ നാട്ടിലേതിനേക്കാൾ ചൂടാണ്. ടൂറിസ്റ്റുകൾ പതിവായി എത്തുന്ന വ്യൂ പോയിന്റാണിത്. ഷെൽറ്റ് നദിയിൽ സ്പീഡ് ബോട്ട് നീങ്ങുന്നു. ഉല്ലാസ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും ഇതൊരു വാണിജ്യ നദിയാണ്. ടൂറിസത്തിനു വേണ്ടിയുള്ള നദിയേയല്ല. താഴെ കൽക്കെട്ടുകളിൽ യുവാക്കളുടെ സംഘങ്ങൾ ഇരിക്കുന്നു. ടൂറിസ്റ്റുകളാണോ വിദ്യാർത്ഥികളാണോ എന്നറിയില്ല. നദിയുടെ തീരത്ത് ഫെറി ടെർമിനലുകളും അങ്ങകലെ തുറമുഖവും കാണാം. ആന്തേർപ്പിലെ തുറമുഖം വളരെ പ്രസിദ്ധമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ തുറമുഖമാണത്. ലോകത്തെ തുറമുഖങ്ങളിൽ 17ാം സ്ഥാനമുള്ളതും ആന്തേർപ്പ് തുറമുഖത്തിനാണ്. 15ാം നൂറ്റാണ്ടിൽ തന്നെ അനേകം കപ്പലുകൾ എടുക്കുന്ന തുറമുഖമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിവിടുത്തെ ഫെറി ടെർമിനലാണ്. മറുകരയിലേക്കുള്ള ഫെറി മാത്രമല്ല, നിരവധി പട്ടണങ്ങളിലേക്കുള്ള ഫെറികളും ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. വാട്ടർ ബസ് എന്നാണ് ആ സർവീസ് പൊതുവെ അറിയപ്പെടുന്നത്. ജലനിരപ്പിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ഫെറി സ്ഥാപിച്ചിരിക്കുന്നത്. ഉടനെ ഒരു വാട്ടർ ബസ് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. സൈക്കിളും മറ്റുമായി വരുന്നവരുമുണ്ട്. ജലഗതാഗതത്തെ സമഗ്രമായും ശാസ്ത്രീയമായും ഉപയോഗിക്കുന്ന നാട് തന്നെയാണ് ബെൽജിയം. ഒരു വാട്ടർ ബസ് പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി വരുന്നുണ്ട്. ഡി വാട്ടർ ബസ് എന്നാണ് ഇത് ഇവിടെ അറിയപ്പെടുന്നത്. ട്വിൻ സിറ്റി ലൈനർ 2 എന്ന് അതിൽ പേരുമുണ്ട്. അകത്ത് AC ഹാളാണ്. ഇവിടുത്തെ സാധാരണ യാത്രക്കാരും ടൂറിസ്റ്റുകളുമെല്ലാം ഇത്തരം വാട്ടർ ബസ്സുകളെ ഉപയോഗപ്പെടുത്തുന്നു. കുറെ ആളുകൾ വാട്ടർ ബസ്സിൽ കയറാൻ കാത്തു നിൽക്കുന്നുണ്ട്. 2000 വർഷം മുൻപ് റോമൻ കാലത്ത് തന്നെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗമായിരുന്നു ഷെൽറ്റ് നദി.
പിന്നീട് എല്ലാ കാലത്തും ആ നില തുടർന്നു പോന്നു. സാങ്കേതികമായി വലിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഗതാഗത രംഗത്തുള്ള ഷെൽറ്റിന്റെ പ്രാധാന്യത്തിന് ഇന്നും മങ്ങലേറ്റിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം ആധിപത്യം സ്ഥാപിച്ച ആന്റ്വെർപ്പ് തുറമുഖത്തു നിന്നും അവരെ തുരത്താൻ സഖ്യകക്ഷികൾ വലിയ ആക്രമണങ്ങൾ തന്നെ നടത്തിയിരുന്നു. അങ്ങകലെ ആ ഗോപുരം കാണുന്നിടത്താണ് മാർക്കറ്റ് സ്ക്വയറും പഴയ നഗരഭാഗവും. പ്രൊമനേഡിന് താഴെ ഇക്കാണുന്നത് ഇവിടുത്തെ ക്രൂസ് ടെർമിനലാണ്. ഇവിടെ ക്രൂസ് ഷിപ്പുകൾ വന്നെടുക്കും. ആളുകൾ ഇറങ്ങുകയും കയറുകയും എല്ലാം ചെയ്യുന്ന ഭാഗമാണ് ഈ നീളൻ കെട്ടിടങ്ങളുടേത്. ഇവിടെ നിന്നും റോഡ് മുറിച്ചു കടന്നാൽ മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്താം. ഉച്ചനേരമാണ്. നല്ല വെയിലും കടുത്ത ചൂടുമുള്ള അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ വഴിയോരത്തെ തണലുള്ള റെസ്റ്റോറന്റുകളിൽ മാത്രമേ ആളുകളുള്ളൂ. ഒരു ബിയറോ വൈനോ മുന്നിൽ വെച്ച് ആളുകൾ ഇരിക്കുന്നു. എനിക്കും ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ അല്പമൊന്ന് ഇരിക്കാൻ തോന്നുന്നുണ്ട്. രാവിലെ 7:30 തുടങ്ങിയ ഷൂട്ടിംഗ് ആണ്. ഈ നേരമാകുമ്പോഴേക്കും തളർന്നു പോകും. ഇന്ത്യൻ റെസ്റ്റോറന്റ് വരെയുണ്ട് ഇവിടെ. നമസ്തേ എന്ന് ഒന്നിന് പേര്. ഇവരൊക്കെയാണ് യഥാർത്ഥ ടൂറിസ്റ്റുകൾ. കുറേ നേരം കാഴ്ചകളിലൂടെ നടക്കുക, പിന്നെ എവിടെയെങ്കിലും വിശ്രമിക്കുക, റെസ്റ്റോറന്റുകളിൽ കയറി അല്പം ഭക്ഷണം കഴിക്കുക, കഥകൾ പറഞ്ഞ് തണലിൽ ഇരിക്കുക. എനിക്ക് ഇവരോടൊക്കെ അസൂയ തോന്നാറുണ്ട്. ഞാനാകട്ടെ രാവിലെ മുതൽ രാത്രി വരെ വെയിലും ചൂടുമേറ്റു നടക്കുകയാണ്. 5 ദിവസം കൊണ്ട് 30 എപ്പിസോഡ് ഉണ്ടാക്കണം. ശരിക്കും ഞാൻ സഞ്ചാരം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആസ്വദിക്കുന്നില്ല എന്ന് എന്നോട് തന്നെ പരിഭവിക്കാറുണ്ട്. മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ബ്രാബോ മോണ്യുമെന്റ് ആണിത്. ആന്റ്വെർപ്പിന്റെ ചരിത്രത്തിൽ സ്ഥാനമുള്ള റോമൻ സൈന്യാധിപനാണ് ബ്രാബോ. മോണ്യുമെന്റിന്റെ പിന്നിൽ ആന്റ്വെർപ്പ് സിറ്റി ഹാൾ. ബ്രൂഷിലും ബ്രസൽസിലും കണ്ടതുപോലെ പുരാതനമായ വലിയ കെട്ടിടങ്ങളാണ് ഇവിടുത്തെയും കാഴ്ച. പക്ഷേ അവിടെ കണ്ടത്ര ഭംഗി ഈ കെട്ടിടങ്ങൾക്കില്ലെന്ന് തോന്നും. സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് ഫയർ ഫൈറ്റേഴ്സിന്റെ ഒരു സംഘം കൂടി നിൽപ്പുണ്ട്. പരിശീലനത്തിന്റെ ഭാഗമാണോ എന്തെങ്കിലും അടിയന്തര പ്രശ്നം നേരിടാനെത്തിയതാണോ എന്നറിയില്ല. ശരീരം മുഴുവൻ ഉപകരണങ്ങളും ബന്ധിച്ചാണ് നിൽപ്പ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഫയർ ഫൈറ്റേഴ്സിന്റെ വേഷവും സജ്ജീകരണങ്ങളും. എന്തിനും ആവശ്യമായ ഉപകരണങ്ങൾ അവരുടെ ദേഹത്തുണ്ട്. റെഡ് ടീം എന്നാണ് ഇവിടെ ഇവർ അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ മാർക്കറ്റ് സ്ക്വയറിനെ അതിരിട്ടു നിൽക്കുന്നു. ശരിക്കും ആന്റ്വെർപ്പിന്റെ വളർച്ച ദ്രുതഗതിയിലാകുന്നത് 15-ാം നൂറ്റാണ്ടോടെയാണ്. അക്കാലത്താണ് പഞ്ചസാര വ്യവസായത്തിന്റെ യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രമുഖ കേന്ദ്രമായി ഈ നഗരം വളർന്നത്. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും വിവിധ കോളനികളിൽ നിന്ന് കരിമ്പ് ആന്റ്വെർപ്പിൽ കപ്പലുകളിൽ കൊണ്ടുവന്ന് ഇറക്കുകയും ഇവിടുത്തെ വ്യവസായശാലകൾ അത് പഞ്ചസാരയാക്കി മാറ്റുകയും ചെയ്തു പോന്നു. ആ പഞ്ചസാര വ്യവസായത്തിലൂടെ വന്ന സമ്പത്താണ് വൻ നഗരമായുള്ള ആന്റ്വെർപ്പിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ടത്. വ്യാവസായിക നഗരമാണെങ്കിലും നഗരത്തിലെ പ്രധാന ചത്തുരവും അതിന്റെ പരിസരവും ടൂറിസത്തിനു വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. റെസ്റ്റോറന്റുകൾ, സുവനീർ കടകൾ, പ്രദർശനശാലകൾ എന്നിവയെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നടന്ന് ഞാൻ ആന്റ്വെർപ്പിന്റെ കത്തീഡ്രൽ സ്ക്വയറിലേക്ക് എത്തി. താരതമ്യേന ചെറിയൊരു സ്ക്വയറാണിത്. എങ്കിലും വലിയ ചരിത്രമുള്ള ഒരു സ്ക്വയർ തന്നെ. നെല്ലോ ആൻഡ് പട്രാഷെ എന്ന ശില്പമാണിത്. 1872 പുറത്തിറങ്ങിയ എ ഡോഗ് ഓഫ് ഫ്ലാൻഡേഴ്സ് എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് നെല്ലോ എന്ന ബാലനും പട്രാഷെ എന്ന നായയും. അവർ തമ്മിലുള്ള ആത്മബന്ധമാണ് നോവലിന്റെ പ്രമേയം. കഥ അരങ്ങേറുന്നതാകട്ടെ ആന്റ്വെർപ്പിലാണ് താനും. നെല്ലോയുടെയും പട്രാഷയുടെയും കഥ ലോകപ്രശസ്തമാവുകയും നിരവധി ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2016 ഡിസംബറിലാണ് ഈ സ്മാരകം ഇവിടെ സ്ഥാപിച്ചത്. ആന്റ്വെർപ്പിലെ പ്രധാന ദേവാലയമായ
കത്തീഡ്രൽ ഓഫ് അവർ ലേഡി. അതിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 14-ാം നൂറ്റാണ്ടിൽ പണി തുടങ്ങുകയും 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്ത പള്ളിയാണ്. ഏറെ ചരിത്രമുള്ള ആ ദേവാലയത്തിന്റെ പുറം കാഴ്ചയിൽ മുഴുകി ഞാൻ അവിടെ നിന്നു.